അതെ, ഇന്നത്തെ നമ്മുടെ ആർട്ട് വർക്ക് ഈ കേക്ക് ബോർഡിലാണ്. അത് നമുക്ക് ഇതിൻ്റെ ഈ ഏറ്റവും മുകളിലുള്ള ഈ ലെയർ ഒന്ന് പൊളിച്ച് മാറ്റും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് കളഞ്ഞ് ഇനി ഇതിലേക്കാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് കുറച്ച് എയർ ഡ്രൈ ക്ലേ ആണ്. ഡിഫറെൻറ്റ് കളറിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ അക്രിലിക് കളേഴ്സാണ്. ഇങ്ങനെ ക്ലേ കുറച്ച് എടുത്ത് നമുക്കിങ്ങനെ പല കളർ ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കാമേ. ഇപ്പം നമ്മളിവിടെ 5 കളറിൽ ക്ലേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ബട്ടൺ വലുപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതിങ്ങനെ ക്ലേ ടൂൾ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ക്ലേയും ഇതുപോലെ ബട്ടൺ ഷേപ്പിലേക്ക് ഒന്നാക്കിയെടുക്കാമേ. പല വലുപ്പത്തിലാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത്. കുഞ്ഞതും വലുതും ചെറുതൊക്കെ ആയിട്ട് അങ്ങനെ പല സൈസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ ഇവിടെ 5 കളേഴ്സ് ഇപ്പോൾ ഒരു ബട്ടൺ സൈസിൽ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാമേ. ഞാൻ ഗ്രേ കളർ എടുക്കുന്നത്. ഗ്രേയിൽ വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഗ്രേ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്ലേ ആണ്. ഒന്ന് വെള്ളം വെച്ച് നമുക്കിത് കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തെടുക്കാമേ. ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നന്നായിട്ട് കിട്ടുന്നത് കൈകൊണ്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബട്ടൺ ഷേപ്പിലുള്ളത് നമുക്കിത് ഡിഫറെൻറ്റ് സൈസിലായിട്ട് ഇതിൽ മൊത്തം ഒട്ടിച്ച് വയ്ക്കാമേ. ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വന്ന ബട്ടൺ കൊണ്ട് ഇവിടെ ചെറിയതായിട്ട് ഒരു ഫ്ലവർ കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.